ഡൽഹിയിലേക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പിലെ തിരിച്ചടിക്ക് പിന്നാലെ ആം ആദ്മി പാർട്ടിയിൽ രാഷ്ട്രീയ പ്രതിസന്ധി രൂപം കൊള്ളുന്നുവെന്ന് വാർത്ത. പഞ്ചാബിൽ ആം ആദ്മി MLA-മാർ കളം മാറാൻ ഒരുങ്ങുന്നതായി കോൺഗ്രസ് സംശയം. അരവിന്ദ് കെജ്രിവാൾ പഞ്ചാബ് ആം ആദ്മി MLA-മാരുടെ യോഗം വിളിച്ചു. അവിടെ നിന്ന് അദ്ദേഹം രാജ്യസഭയിലേക്ക് വരാനും ശ്രമം തുടങ്ങിയെന്ന വാർത്തയും വരികയാണ്. ബൽറാം നെടുങ്ങാടി വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ചേരുന്നു. ബൽറാം, ഗുഡ് മോർണിംഗ്. പറയൂ വിശദാംശങ്ങൾ. വെരി ഗുഡ് മോർണിംഗ് SKN. ഡൽഹിയിൽ ഉണ്ടായ കനത്ത പരാജയം അത് ആം ആദ്മി പാർട്ടിയുടെ രാഷ്ട്രീയ അസ്തിത്വത്തെ തന്നെ ചോദ്യം ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ കോൺഗ്രസ് ഉന്നയിക്കുന്ന ഒരു ആരോപണം എന്നുള്ളത്. പ്രത്യേകിച്ച് ആം ആദ്മി പാർട്ടിയുടെ മുഖമായ അരവിന്ദ് കെജ്രിവാൾ തന്നെ കനത്ത പരാജയം നേരിട്ടതിന് പിന്നാലെ പഞ്ചാബിൽ ആം ആദ്മി പാർട്ടിയുടെ MLA-മാർ കൂട്ടത്തോടെ കളം മാറാൻ ഒരുങ്ങുന്നുവെന്നാണ് കോൺഗ്രസ് നേതാക്കൾ, പ്രാദേശിക നേതാക്കൾ ആരോപിക്കുന്നത്. പഞ്ചാബ് PCC അധ്യക്ഷൻ രാജാ സിംഗ് വാറിംഗ് തന്നെ ആരോപിച്ചിരിക്കുന്നത് ഈ ഡൽഹിയിലെ തോൽവി പഞ്ചാബിലെ സർക്കാരിന് വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുമെന്നും ആപ്പിൽ വലിയ കൊഴിഞ്ഞുപോക്കുണ്ടാകും എന്നുള്ളതുമാണ്. 30ഓളം ആം ആദ്മി പാർട്ടിയുടെ പഞ്ചാബിൽ നിന്നുള്ള MLA-മാർ കളം മാറാൻ ഒരുങ്ങുന്നുവെന്നാണ് ആരോപണം ഉയർന്നിരിക്കുന്നത്. ഈ ഒരു പ്രതിസന്ധി മുന്നിൽ കണ്ട് അരവിന്ദ് കെജ്രിവാൾ നാളെ പഞ്ചാബിൽ നിന്നുള്ള ആം ആദ്മി പാർട്ടി MLA-മാരുടെ യോഗം വിളിച്ചിട്ടുണ്ട്. 93 MLA-മാരാണ് പഞ്ചാബിൽ ആം ആദ്മി പാർട്ടിക്ക് ഉള്ളത്. അതിൽ 30ഓളം പേർ മാറുകയാണെങ്കിൽ വലിയ പ്രതിസന്ധി പാർട്ടിക്ക് സൃഷ്ടിക്കും. ഒപ്പം തന്നെ ഈ ഒരു യോഗത്തിൻ്റെ മറ്റൊരു അജണ്ടയായി ലഭ്യമാകുന്ന വിവരം എന്നുള്ളത് അരവിന്ദ് കെജ്രിവാൾ നിലവിലിപ്പോൾ MLA അല്ല, അദ്ദേഹം പാർട്ടിയുടെ സ്ഥാപക നേതാവാണ്. എങ്കിൽ പോലും അദ്ദേഹം രാഷ്ട്രീയത്തിൽ നിന്നും പുറത്തു നിൽക്കേണ്ട സാഹചര്യം, പാർലമെന്ററി രാഷ്ട്രീയത്തിൽ നിന്ന് പുറത്തു നിൽക്കേണ്ട സാഹചര്യം ഒഴിവാക്കുന്നതിനായി അദ്ദേഹം രാജ്യസഭയിലേക്ക് എത്തണമെന്ന് മുതിർന്ന ചില നേതാക്കൾ നിർദ്ദേശിച്ചതായും പഞ്ചാബിൽ നിന്നും അദ്ദേഹം അങ്ങനെയെങ്കിൽ രാജ്യസഭയിലേക്ക് വരാൻ ഒരുങ്ങുന്നതായുമാണ് ലഭ്യമാകുന്ന റിപ്പോർട്ടുകൾ. പഞ്ചാബിൽ നിലവിൽ 7 MP-മാരാണ് ആം ആദ്മി പാർട്ടിക്ക് ഉള്ളത്. അതിൽ ഒരാൾ രാജിവെച്ച് അരവിന്ദ് കെജ്രിവാളിന് വരാൻ അവസരമൊരുക്കാനാണ് നീക്കം നടക്കുന്നത്. നാളത്തെ യോഗത്തിൽ ഇക്കാര്യവും ചർച്ച ചെയ്തേക്കുമെന്നാണ് സൂചന. SK. ഓക്കെ, ബൽറാം നെടുങ്ങാടിയാണ് വിവരങ്ങൾ നൽകിയത്.